ഇന്ന് നമ്മൾ കുറച്ച് ചുവന്ന ചീരയുടെ വിത്ത് പാവാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4-5 ചട്ടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് പാവണമെന്ന് നോക്കാം. ഞാൻ ഒരു പാക്കറ്റ് വിത്താണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ പാവേണ്ടതില്ല. ഈ 4-5 ചട്ടിയിലേക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്ത് പാവിയാൽ മതി. പച്ചിലയും കരിയിലും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുത്ത് അതിന്റെ മേലെ കുറച്ച് പച്ചിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നിറയ്ക്കാൻ പറ്റില്ല വിചാരിച്ച് യാതൊരു പ്രശ്നവും. അതിന് മണ്ണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വളം പൈസ കൊടുത്ത് വാങ്ങാൻ പ്രയാസം ഉണ്ടെന്നെങ്കിൽ വാങ്ങി കൊണ്ടുവരാൻ ആളൊന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ചിലർക്ക് ഇതേപോലെ കൈക്കോട്ടൊക്കെ എടുത്ത് കോരി എടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വരുന്ന കോരി കൊണ്ട് ഒരു 2-3 കോരി മണ്ണ് കോരി ഇട്ടാലും മതി. ഇനി അതിന്റെ മേലെ നമുക്ക് കുറേശ്ശെ വളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത വളമാണ്. അത് എല്ലാ ചട്ടിയിലും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിയിൽ ചേർത്ത് കൊടുത്തുള്ള കരിയില് പച്ചപ്പുല്ലൊക്കെ പെട്ടെന്ന് വളമായി മാറണമെങ്കിൽ ഇത്തിരി ചാണകപ്പൊടി വളരെ നല്ലതാണ്. ഇതുപോലെ കുറച്ചും കൂടി മണ്ണ് അതിന്റെ മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മണ്ണിനോട് ചേർന്ന് കിട്ടുകയും ചെയ്യും. ചീരവിത്ത് പോകുമ്പോൾ ഉറുമ്പ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ആദ്യമായിട്ട് വിത്തൊക്കെ പാവുന്ന ആളുകളാണെന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ വിത്തായതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് പാവി കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് കട്ട പിടിച്ചിട്ട് വീഴില്ല. അതിന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് പാവാനും പറ്റും. ഇനി അതിന്റെ മേലെ നമുക്ക് കുറച്ച് മണ്ണ് കൂടി വിതറി കൊടുക്കാം. കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ 3-4 ചട്ടിയൊക്കെ എടുത്തിട്ട് കുറച്ച് മണ്ണൊക്കെ നിറച്ച് അതിൽ ഇത്തിരി വിത്തൊക്കെ പാവി കൊടുക്കാം. നമുക്ക് എന്ത് പ്രയാസമാണുള്ളത്? പ്രയാസം ഇല്ലാന്ന് മാത്രമല്ല, നമുക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി അത് ചെയ്യാനും സാധിക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ഏറ്റവും ആദ്യം പോയി നോക്കുക ആ ചെടീനായിരിക്കും. ഇങ്ങനത്തെ ചട്ടി വാങ്ങാൻ പറ്റാത്തവർക്ക് നമുക്ക് സിമന്റ് ചാക്കിലും ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യാം. ഈ ചട്ടിക്കൊന്നും വളരെയധികം വിലയൊന്നുമില്ല. 100 രൂപ കൊടുത്താൽ 4-5 നമുക്ക് കിട്ടുകയും ചെയ്യും. ചീര നടുമ്പോൾ ഇതേപോലെ കുറച്ച് അടിവളമൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. ശരിയായ വളർച്ചയ്ക്കും അതേപോലെ വേഗം വിളവെടുക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതേപോലെ നമ്മൾ ചീര പാവി മുളപ്പിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പച്ചിലകളിട്ടുണ്ട്, കരിയിലിട്ടുണ്ട്, അതിന്റെ മേലെ വളമായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വിതറിയിട്ടാണ് നമ്മളിത് നട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ആഴ്ചയിലും പോയിട്ട് അരിഞ്ഞെടുത്താൽ മാത്രം മതി. നമ്മുടെ ചീരവിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. എല്ലാതും ഒരേ ആരോഗ്യത്തോട് കൂടിയിട്ടല്ല വളരുക. കൂട്ടത്തോടെ വളരുമ്പോൾ ചിലത് വളരെ നന്നായിട്ട് വളരും, ചിലത് വളരെ അടിയിൽ പെട്ടിട്ട് ചെറുതായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി ഇതിന് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ആരോഗ്യത്തോടുകൂടി കുറച്ച് ദിവസം കൊണ്ട് നന്നായി വളർന്നു കിട്ടും. ഇതിൽ ആദ്യം വലുതായി വന്ന ചെടികൾ പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടി തന്നെ വളരെ പെട്ടെന്ന് ഉയർന്നു വന്നത് കണ്ടില്ലേ? അതിന്റെ അടിയിലുള്ളതൊക്കെ വളരെ ചെറുതാണ്. അടിയിൽ വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഭാവിയോണ്ട് തന്നെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചീര വിളവെടുക്കാനുള്ളത് ആയി കിട്ടിയിട്ടുണ്ട്. ചീരയുടെ ഇലകളിൽ പെട്ടെന്നൊക്കെ പുഴു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് കീടനാശിനിയൊക്കെ തെളിച്ച സാധനം നമുക്ക് വാങ്ങാൻ കിട്ടുക. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ വലിയ മെനക്കെടൊന്നും കൂടാതെ വിഷമയമില്ലാത്ത ചീര നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ചീര ഇതേപോലെ പറിച്ചെടുക്കണമെങ്കിൽ ഇതേപോലെ പറിച്ചെടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ പറിച്ചെടുക്കാണ്ട. ഇനി പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ താഴെയുള്ള ചെടികളുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ വളരും. ഇനി നമുക്ക് മുറിച്ചെടുക്കാനാണെന്ന് വെച്ചെങ്കിൽ വേറെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും, വീണ്ടും വീണ്ടും അരിഞ്ഞെടുക്കാനും പറ്റും. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇനി അടുത്തതായിട്ട് ഈ തൈകളാവും നമുക്ക് അരിയേണ്ടി വരിക. പിന്നെ അങ്ങനെ വളർന്ന് വരുന്നതിനനുസരിച്ച് പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ അതും അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത ഇലൊക്കെ നമ്മൾ നുള്ളിയതിന് ശേഷം ആ തണ്ടിട്ട് കൊടുത്താൽ വേറെ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് തീരെ കിട്ടും. അങ്ങനെ ഉണ്ടാക്കിയ പുതിയ തൈകളാണ് ഇതൊക്കെ. ഇതുപോലെ നമുക്ക് ഏത് സമയത്ത് 365 ദിവസവും വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ചീര പറിച്ചെടുക്കാം. നമുക്ക് എല്ലാ കാലത്തും ചീര കൃഷി ചെയ്യുകയും ചെയ്യാം, എല്ലാ കാലത്തും ചീര കഴിക്കുകയും ചെയ്യാം.